2026 ഫുട്ബോൾ വേൾഡ് കപ്പിൽ അർജന്റീനയുമായി ബന്ധപ്പെട്ട വിവിധ സംഭവങ്ങളിൽ അവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഫിഫ. ഫൈനലിന് ശേഷമുണ്ടായ ആ കയ്യാങ്കളി, രാഷ്ട്രീയ ബാനർ, ആരാധകരുടെ ഭാഗത്തു നിന്നുണ്ടായ വംശീയ അധിക്ഷേപങ്ങൾ, ഗാലറിയിൽ നിന്നും വസ്തുക്കൾ എറിഞ്ഞത്, ഇതിനെല്ലാമെതിരെ ഫിഫ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോക ഫൈനലിന് തൊട്ടു പിന്നാലെ എതിരാളികളായ സ്പെയിനിന്റെ താരങ്ങളെ അടിച്ചതിന് 2 അർജന്റീനിയൻ കളിക്കാർക്കെതിരെ ഫിഫ അച്ചടക്ക കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതായത് പരേഡസ്, എറിക് ഗാർഷ്യ, ഗാവി എന്നിവരുമായി ഉണ്ടായ സംഘർഷത്തിൽ 3 കുറ്റങ്ങളാണ് പരേഡസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അർജന്റീനയുടെ തന്നെ മൊളീന റോഡ്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെതിരെ അദ്ദേഹത്തിനെതിരെ 2 കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. കായിക മര്യാദകൾ ലംഘിച്ചു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഡാനി ഓൾമോയുമായി ഉണ്ടായ കയ്യാങ്കളിയിൽ അർജന്റീനയുടെ അസിസ്റ്റന്റ് കോച്ച് റോബർട്ടോ അയാളക്കെതിരെയും കുറ്റം ചുമത്തിയിട്ടുണ്ട്. അതേസമയം കായിക മര്യാദ ലംഘിച്ചതിന് അർജന്റീനയുടെ തിയാഗോ അൽമേഡക്കെതിരെയും സ്പാനിഷ് മിഡ്ഫീൽഡർ ഗാവിക്കുമെതിരെ അച്ചടക്ക നടപടി വന്നേക്കും. ഫൈനലിന് ശേഷം ആ ഒരു സംഭവ വികാസം നമ്മളെല്ലാം കണ്ടതാണല്ലോ. ആ ഒരു സംഭവം ഫുട്ബോളിന് തന്നെ കളങ്കമുണ്ടാക്കുന്ന ഒന്നാണെന്നാണ് ഫിഫ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൂടാതെ സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പതിന് ശേഷം ഒരു ബാനർ അർജന്റീനക്കാർ ഉയർത്തിയിരുന്നല്ലോ, ഫോക്ലൻഡ് അർജന്റീനയുടേതാണെന്നുള്ളത്. അത് ഒരു വൻ വിവാദമാകുകയും ചെയ്തിരുന്നു. ഇതിൽ കായിക വേദികളെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന ഫിഫയുടെ അച്ചടക്ക ചട്ട ലംഘന പ്രകാരം ഫുട്ബോൾ ഫെഡറേഷനെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്കെതിരെ ഒരുപാട് ആരോപണങ്ങളായിരുന്നു ഉയർന്നു വന്നത്. ഫിഫ അർജന്റീനയെ സഹായിക്കുന്നു, റഫറി സഹായിക്കുന്നു, അർജന്റീനയുടെ പരുക്കൻ കളി, അങ്ങനെ നിരവധി ആരോപണങ്ങളിലൂടെയാണ് അർജന്റീന ഫൈനൽ വരെ എത്തിയത്. എന്തായാലും ഇതിനെല്ലാം എതിരെ ഇപ്പോൾ ഫിഫ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്തൊക്കെ നടപടികളാണ് അവർക്കെതിരെ വരുന്നതെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.